ടോപ്പി 7 പുതിയ വീഡിയോക്ക് സ്വാഗതം. ഞങ്ങളുടെ നാട്ടുകാരനായ സാധു ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയി. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടെ പരിചയപ്പെടുത്തുന്നത്. കേരളത്തിലെ മാധ്യമപ്രവർത്തകരെല്ലാം ഇവിടെയുണ്ട്. ഒരു സിനിമാ താരത്തെ കാത്തുള്ള നിൽപ്പാണ്. ഞങ്ങളും അവരോടൊപ്പം കാത്തു നിൽക്കുകയാണ്. അവൻ എത്തിപ്പോയി. സാധു, പുതുപ്പള്ളി സാധു. കോതമംഗലത്ത് ഭൂതത്താൻകെട്ടിന് സമീപം തൊണ്ടം വനമേഖലയിൽ ഒരു തെലുങ്ക് സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞുള്ള വരവാണ്. ഈ വരവിന് പിന്നിൽ ഒരു കഥയുണ്ട്. അതാണ് ഇത്രയും മാധ്യമപ്പട. കൂടെ അഭിനയിച്ച മണികണ്ഠൻ എന്ന ആനയുമായി ചെറിയൊരു സംഘടനം. പരിഭ്രാന്തിയിൽ ഇവൻ കാട്ടിലേക്ക് ഓടിക്കയറി. ഒരു രാത്രി മുഴുവൻ അവൻ ആ വനത്തിൽ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് രാവിലെയാണ് തിരച്ചിലിനൊടുവിൽ അവനെ കണ്ടെത്തിയത്. ഒറ്റ രാത്രി കൊണ്ട് ഇവൻ വാർത്തയിലെ താരമായി. അതാണ് ഇത്രയും വലിയ ആളും ബഹളവുമല്ല. 52 വയസ്സുള്ള ഇവൻ സിനിമകളിലും പരസ്യചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള പൂരങ്ങളിലെ താരമാണ്. ഞങ്ങളുടെ വീടിനടുത്തുള്ള കെട്ടുംതറയിൽ അവനെത്തിയിരിക്കുകയാണ്. പേര് പോലെ തന്നെ അവൻ സാധുവാണ്. അതുകൊണ്ടാണല്ലോ അവനിപ്പോൾ ഇവിടെ തിരികെ എത്തിയത്. വന്ന പാടെ അവൻ ദാഹം തീരുവോളം വെള്ളം കുടിച്ചു. നമ്മളും അങ്ങനെയാണല്ലോ. എവിടെ പോയാലും തിരിച്ച് വീട്ടിലോട്ട് വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിൻ്റെ സുഖം അത് പറയണ്ടല്ലോ. അതിനുശേഷം ചെറിയൊരു കാക്കക്കുളി. ഇതെല്ലാം ക്യാമറ കണ്ണുകൾ ഒപ്പെഴുകുന്നുണ്ടായിരുന്നു. പിന്നീട് അല്പസമയം ഫോട്ടോഷൂട്ട്. അതിൻ്റെ ഒപ്പം കിതച്ചക്കയും തണ്ണിമത്തിനും പാപ്പാമാർ കൊടുക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ഇവന്റെ പാപ്പാനായ ബിനുചേട്ടന്റെ പത്രസമ്മേളനം. ഞങ്ങളവിടെ 2 ദിവസത്തെ ഷൂട്ടിനാണ് ചെന്നത്. തെലുങ്ക് പടം ഞങ്ങളിങ്ങനെ പല പ്രാവശ്യമായിട്ട് നേരത്തെ എല്ലാം ഈ ഷൂട്ടിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആന അതുപോലെ ഓണർഷിപ്പും കാര്യങ്ങളും എല്ലാം ഉള്ള കാരണം ഷൂട്ടിന് പോയിക്കൊണ്ടിരിക്കും. പിന്നെ പരസ്യം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കും. ഇത് 2 ദിവസത്തെ ഷൂട്ടിന് പോയാൽ അത് രാവിലെ ചെന്നപ്പോൾ ഷൂട്ടെല്ലാം നടന്നു. ഉച്ചവരെ ഷൂട്ട് നടന്നു. ഉച്ച കഴിഞ്ഞ് 2 മണിക്കൂർ റെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആനയെ കൊണ്ട് വിശ്രമിച്ചു. ആനയ്ക്ക് കൊട്ടയെല്ലാം കൊടുത്ത് വെള്ളമെല്ലാം കൊടുത്തു. ഞങ്ങൾ ആനക്കാരെല്ലാം കൂടെ പോയി ഭക്ഷണം കഴിച്ചു. അതായത് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ രണ്ടാമത്തേനെ വിളിച്ചു. ഒരു 3-3:15 ആയപ്പോഴാണ് രണ്ടാമത്തേനെ വിളിച്ചു. അപ്പോൾ ടേക്കിന് കയറി നിന്നപ്പം അവർ ക്യാമറയും കൊണ്ടെല്ലാം ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അവർ വണ്ടി 2-3 ഉണ്ട്. വണ്ടി തട്ടുന്നു കാര്യങ്ങളും ആന കാട്ടിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇനി എടുക്കേണ്ടത്. അപ്പോൾ ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ആനയെ അവിടെ നിർത്തി. ഞാൻ എൻ്റെ ആനയുടെ ഇടത്തെ സൈഡാണ്. ഇടത്തെ സൈഡും മറ്റേ മണികണ്ഠ ആന അപ്പുറത്തും നിൽപ്പുണ്ട്. 3 പിടിയാന പുറകിലും. സംഗതി ടേക്ക് വിളിക്കുക ഒരു സൗണ്ട് കേട്ടു. അന്നപ്പോൾ തന്നെ ഈ കൊമ്പനാന മണികണ്ഠാന നമ്മളാനെ കുത്തി താഴെ ഇട്ടു. അന്നപ്പോൾ തന്നെ ഞാനും ആ സൈഡിൽ നിൽക്കുക. എൻ്റെ കാലഘട്ടം വന്ന് ചാടി മാറി. ഉടനെ ആന അവിടുന്ന് വലിച്ചെഴുന്നേപ്പിച്ച് ചെവിയെ തന്നെ പിടിച്ച് ആന വലിച്ചെഴുന്നേപ്പിച്ച് ആന റോഡിലോട്ട് മാറ്റി. ആന പിന്നെയും പുറകെ നടന്ന് ഓടിക്കുത്തി ലാസ്റ്റ് എല്ലാവരും ഓടി അവിടുന്ന്. ഞാനും എൻ്റെ രണ്ടാമനും കൂടെ വന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും 2 സൈഡിൽ നിന്ന് എന്നാ കാണിക്കുന്നത് മറ്റേ ആനക്കിട്ട് പോയി ഓരോ പറയുന്നുണ്ട്. മാറിപ്പോന്നെല്ലാം പറയുന്നു. ലാസ്റ്റ് അതിൻ്റെ ഒരു 3-ാമനാണ് അതിൻ്റെ കൂടെ നിൽക്കുന്നത്. എൻ്റെ 1-ാമൻ ഇച്ചിരി സുഖമില്ലായിരിക്കുന്ന ഒരു ഇച്ചിരി പ്രായമുള്ള പാട്ടി. പുള്ളി അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. ആന അനുസരിക്കുന്നില്ല. അങ്ങനെ ഇതിൻ്റെ പുറകെ കുത്തി പോവുക. പിന്നെ ഓടിച്ചുകൊണ്ട് ലാസ്റ്റ് ചെന്നിട്ട് ആന കാടി കയറിയിട്ട് റൗണ്ട് അടിച്ച് ഞങ്ങളുടെ വണ്ടി കിടന്നിടത്ത് ഈ ആന കൊണ്ടുവന്ന വണ്ടി കിടന്നിടത്ത് ഈ ആന വണ്ടിയെ കയറാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴത്തേന് പുറകെ കൂടെ ചെന്ന് പിന്നെ ആന കുത്തി അവിടുന്ന് ഓടിക്കുക. പിന്നെ ഓടിച്ച് ആന കാടി അങ്ങ് കയറി പോവുമായിരുന്നു. പിന്നെ ലാസ്റ്റ് കാടി കയറി ഞങ്ങളൊരു 10-12 കിലോമീറ്റർ ഉൾക്കാട്ടി കയറി. ഫോറസ്റ്റുകാർ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഞങ്ങൾ ഉൾക്കാട്ടി കയറി. പിന്നെ രാത്രി 10 മണിയായപ്പം ഫോറസ്റ്റുകാർ തന്നെ പറഞ്ഞു ഇന്ന് പരിപാടി നടക്കുമല്ല. വെളിച്ചമൊന്നുമില്ലല്ലോ. വെളിച്ചമൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് രാവിലെ നോക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ തിരിഞ്ഞു പോകുന്നത് രാവിലെ 5 മണിയായപ്പോൾ ഇറങ്ങി ഫോറസ്റ്റ് സാറുമാരെല്ലാവരും ഉണ്ടായിരുന്നു, 10-200 പേരുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ വന്നു. പിന്നെ അവിടുത്തെ നാട്ടുകാരുണ്ടായിരുന്നു, ആനപ്രേമികളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ തപ്പി ഒരു പാത കണ്ടപ്പോഴത്തേന് ആ പാതയിൽ കൂടെ നോക്കി. ഒരു 10-200 മീറ്റർ ചെന്നപ്പോഴത്തേന് നമ്മുടെ ആനയുടെ ഇരണ്ടോ കിടക്കുന്നു. ഇന്നിപ്പം നമ്മുടെ രണ്ടാമത് വിളിച്ച് പറഞ്ഞ് നമ്മുടെ ആനയുടെ ഇരണ്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ പോവാം. ഞങ്ങൾ എല്ലാവരും ഉണ്ട്, കൂടുതൽ എല്ലാവരും ഉണ്ട്. കുറേ പോയി ചെന്ന് ഒരു 4-5 കിലോമീറ്റർ ചെന്നപ്പം ആന വെളിപ്രദേശത്ത് ഇങ്ങനെ നിൽക്കും. ഞാൻ ചെന്നു തോട്ടിമ്പടിയായിട്ട് അവിടെ വെച്ചിട്ട് ആനയുടെ അടുത്ത് ചെന്നു. ആനയെ ഉടനെ വിളിച്ചു. ഉടനെ തന്നെ ആന നിലങ്കൈ അടിച്ചു. വിളിക്കാൻ വിളിച്ചു. അവിടെ നിന്ന് നേരെ താഴോട്ട് പാടത്തോട്ട് ഇറങ്ങി പോരുമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് പാടത്തോട്ട് പോന്നു കഴിഞ്ഞ ഉടനെ റോപ്പ് കാല ഇട്ടു. ഈ തെലുങ്ക് പടത്തിനും തമിഴ് പടത്തിനും ഈ ഒരു ബന്ധോസം ഒന്നും നടക്കുമായിരുന്നു, ഒരു ബന്ധോസും ഇല്ല. ഈ ആന അങ്ങനെ സാധാരണ കാട് കയറി ഉള്ള പരിശീലനം ഉള്ള കാരണം കൊണ്ട് ഒരു പ്രയാസം ഇതുവരെ ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് ഈ ആന കയറി കുത്തി ലാസ്റ്റ് അവിടുന്ന് ഞങ്ങൾ വണ്ടിയെ കയറ്റി പോരുമായിരുന്നു. നമുക്ക് ചെയ്യാം. സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായോ? ആ ഷൂട്ടിങ് വന്നപ്പം തന്നെ നിർത്തിവെച്ചു. പിന്നെ അവിടുത്തെ സാറുമാരും നാട്ടുകാരും എല്ലാം നമുക്ക് സഹകരിച്ച് കാരണം നമ്മൾ പ്രതീക്ഷിക്കാൻ കൂടുതൽ സമയം പിടിച്ചില്ല. അതിന് മുമ്പേ നമുക്ക് ആന കണ്ടു കിട്ടി. അവിടുന്ന് ആന കിട്ടിയപ്പോഴേ നമുക്ക് ആശ്വാസമായി. ആന കണ്ടു കിട്ടിയപ്പോഴേ നമുക്ക് ആശ്വാസമായി. നമുക്കറിയാം ആന നമ്മൾ വിളിച്ച ആന പോരുമെന്ന് നമുക്കറിയാം. ആന എന്നാ ഇതാന്ന് പറഞ്ഞാൽ ആന അങ്ങനെ ശല്യം. പിന്നെ വെള്ളത്തിൽ ആന അങ്ങനെ പുഴ കടന്ന് പോകത്തുമില്ലെന്ന് നമുക്കറിയാം. വെളിപ്രദേശത്ത് അങ്ങനെ ചെളി സമയം ഇതൊന്നും ഇറങ്ങുകയില്ല. നമ്മുടെ ആനയെ നമുക്കറിയാം. ഞാൻ 8 വർഷമായിട്ട് ഈ ആനയുടെ കൂടെ നമുക്കറിയാം അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ആനയൊന്ന് അങ്ങനെ നാട്ടുകാരോടെ ഏത് കൊച്ചുപിള്ളേർക്ക് വേണമെങ്കിൽ വിളിച്ചുകൊണ്ട് പോകാൻ വേറെ ഒരു ശല്യമില്ല. മെയിനായിട്ടുള്ള പൂരപ്പറമ്പില്ല, കുന്നുകുളം തൃശ്ശൂർ സൈഡ് പൂരപ്പറമ്പില്ല മെയിനായിട്ടുള്ള പൂരങ്ങളാണ് കോലം കയറ്റി പരിപാടി എടുക്കുക. ഇത് ഷൂട്ട് വന്നിരിക്കുന്ന ഇടയ്ക്ക് മറിക്കുന്ന ഷൂട്ട് പോകുന്നു. തമിഴ് പടം, സീരിയല്, അങ്ങനെ പരസ്യം. കഴിഞ്ഞ ദിവസം രാംരാജിൻ്റെ പരസ്യമെല്ലാം ഉണ്ടായിരുന്നു. ഈ ചിത്രീകരണം പൂർത്തീകരിക്കാൻ അവർ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല? ഇല്ലില്ല, അത് കഴിഞ്ഞ് നമ്മളൊന്നും പറഞ്ഞില്ല. അവരതിന് മുമ്പേ പോയി. ഇന്നലെ തന്നെ ഒഴിവായി. അവർക്ക് മൂന്നാറി നാളെ കഴിഞ്ഞ് പരിപാടി ഉള്ളതാണ്. അതിന് മുമ്പേ തന്നെ ഇന്നൂടെ ഷൂട്ടുള്ളതാണ്. നമ്മൾ ഇന്നലത്തെ പരിപാടി കണ്ടപ്പോൾ എല്ലാവരും അവിടുന്ന് പോയി. പിന്നെ അവിടുത്തെ ഈ ആന നേരത്തെ ഇങ്ങനെ ശല്യം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലാതായി. ഇവരാരും പറഞ്ഞില്ല. ഈ ആന കെട്ടേണ്ട സമയമായി. അതുകൊണ്ട് നീതി മതപ്പാടി കെട്ടേണ്ട സമയം ഈ കുത്തിയാന അവർ തന്നെ പറയുന്നു. ഇതങ്ങനെ അങ്ങനെ ഒരു ശല്യമില്ല. ഇത് കൊച്ചുപിള്ളേർക്ക് വേണമെങ്കിലും കൊണ്ടു നടക്കാവുന്ന ഒരു ആനയാണ്. തമിഴ്പ്പുറത്തില്ല ആന അഭിനയിക്കുന്നത് എല്ലാവർക്കും വലിയ കാര്യം. ഷൂട്ടിങ്ങാർക്കും എല്ലാവർക്കും വലിയ കാര്യം. ഈ ആനയ്ക്ക് ആഴ്ച 3 ദിവസമുള്ള പരിപാടി ഉള്ളൂ. പിന്നെ ആന റെസ്റ്റാണ്. നമ്മുടെ മുതലാളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കുന്ന ഒരു കൊട്ടാരിയാണ്. എന്ന് വെച്ചാൽ പശുപാല്, ഈന്തപ്പഴം, അവല്, ടോണിക്ക് ഇതെല്ലാം കൊടുക്കണം. സാധുവിന് എല്ലാവിധ ആരോഗ്യവും നേരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.